സാജിദ് യഹ്യ സംവിധാനം ചെയ്ത ഖൽബ് എന്ന ചിത്രം തിയേറ്ററിൽ പ്രതീക്ഷിച്ച വിജയം നേടിയില്ലെങ്കിലും ഇപ്പോൾ ഇതാ ചിത്രം OTT-യിൽ റിലീസ് ചെയ്തപ്പോൾ മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോയിലാണ് ചിത്രം OTT-യിലേക്ക് എത്തിയത്. രഞ്ജിത്ത് സജീവ് നായകനായെത്തിയ ചിത്രത്തിൽ നേഹ നസ്രിനാണ് നായികാ വേഷത്തിലെത്തിയത്. സിദ്ദിഖ്, ജാഫർ ഇടുക്കി, ലെന തുടങ്ങിയവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ലവ് സ്റ്റോറിയായ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആലപ്പുഴയിൽ വെച്ചാണ് നടന്നത്. വിജയ് ബാബു നിർമ്മിച്ച ചിത്രത്തിന്റെ തിരക്കഥ സാജിദ് യഹ്യ തന്നെയാണ് നിർവഹിച്ചത്. ഷാരോൺ ശ്രീനിവാസ് ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ എഡിറ്റിംഗ് അമൽ മനോജാണ് നിർവഹിച്ചത്. ജനുവരി 12-നായിരുന്നു ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്തത്. സിനിമയിൽ ഒരു സാധാരണ ലവ് സ്റ്റോറിയാണ് പറയുന്നതെങ്കിലും എന്തോ ഒരു വ്യത്യസ്തത ഈ സ്റ്റോറിയിൽ ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. 7 സ്റ്റേജസ് ഓഫ് ലവ് എന്നത് സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ലിയോ, തുമ്പി എന്നിവരുടെ ജീവിതത്തിലൂടെയാണ് സിനിമ മുന്നേറുന്നത്. നായകന്റെ അച്ഛന്റെ വേഷം അവതരിപ്പിച്ച സിദ്ദിഖും ഇത്തവണയും പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയില്ലെന്ന് വേണം പറയാൻ. ഇമോഷണൽ രംഗങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഗാനങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ 12 പാട്ടുകളാണ് സിനിമയിലുള്ളത്. വ്യത്യസ്തമായ അതുപോലെ തന്നെ മനോഹരമായ ഈ പാട്ടുകൾ പ്രകാശ് അലക്സ്, വിമൽ നാസർ, റനീഷ് ബഷീർ, നിഹാൽ സാദിഖ് എന്നിവർ ചേർന്നാണ് ഒരുക്കിയിരിക്കുന്നത്. ബോളിവുഡ് സിംഗറായ അത്തിഫ് അസ്ലമും ഈ ചിത്രത്തിന്റെ ഭാഗമായിരുന്നു. ചിത്രത്തിലെ പാട്ടുകളെല്ലാം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. ആലപ്പുഴയിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് തന്നെ ആലപ്പുഴയെ പറ്റി വർണ്ണിക്കുന്ന ഒരു പാട്ട് കൂടി ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹനാൻ ഷാ പാടിയ ആ ഗാനവും പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. പിന്നെ സിനിമയിലെ മൊഞ്ചത്തി എന്ന ഗാനം സിനിമ ഇറങ്ങിയതു മുതൽ തന്നെ എല്ലാ റീലുകളിലും തുടർച്ചയായി കേട്ടിരുന്ന പാട്ടായിരുന്നു. കാർത്തിക് ശങ്കർ, ഷമീർ, സനൂപ് കുമാർ, ശ്രീധന്യ, ആതിര പട്ടേൽ എന്നിവരും ചിത്രത്തിൽ അണിനിരന്നു. സിനിമയിൽ സംഗീതത്തിന് വളരെയേറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഓരോ സീനുകൾക്കും ആവശ്യമായ BGM ഒക്കെ കൊടുത്ത് ആ സീൻ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മറ്റൊരു പ്രത്യേകത. ഷൈനികത്തെയായിരുന്നു ചിത്രത്തിൽ ആദ്യം നായകനായി തിരഞ്ഞെടുത്തത്. എന്നാൽ ചില കാരണത്താൽ ആ വേഷം രഞ്ജിത്ത് സജീവിന് ലഭിച്ചു. തനിക്ക് കിട്ടിയ വേഷം നല്ല രീതിയിൽ തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. 2022-ൽ പുറത്തിറങ്ങിയ മൈക്ക് എന്ന ചിത്രത്തിലൂടെയായിരുന്നു രഞ്ജിത്ത് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത്. അനശ്വര രാജനായിരുന്നു ചിത്രത്തിലെ നായികയായി എത്തിയത്. മിസ്റ്ററി ത്രില്ലറായ ഗോളം എന്ന ചിത്രത്തിനും മികച്ച പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത്. ട്വിസ്റ്റുകൾ ഏറെയുള്ള ഈ ചിത്രത്തിലും സിദ്ദിഖ് ഒരു പ്രധാന വേഷത്തിലെത്തിയിരുന്നു. 2016-ൽ പുറത്തിറങ്ങിയ ഇടിയായിരുന്നു സാജിദ് യഹ്യ ആദ്യമായി സംവിധാനം ചെയ്തത്. ഈ അടുത്ത് പുറത്തിറങ്ങിയ പല്ലൊട്ടി എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായിരുന്നു അദ്ദേഹം. ഖൽബ് എന്ന ചിത്രം തിയേറ്ററിൽ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടെങ്കിലും ഇപ്പോൾ OTT-യിൽ എത്തിയപ്പോൾ പ്രേക്ഷകർക്കും നല്ല അഭിപ്രായങ്ങളാണ് പറയാനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഖൽബ് എന്നത് ഒരു സിമ്പിൾ മൂവിയാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.